എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കീം 2025 സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകളും അറിയിപ്പുകളും യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രൊവിഷണൽ റിസൾട്ട് എൻട്രൻസ് കമ്മീഷൻ ഇന്ന് രാവിലെ പ്രസിദ്ധീകരിച്ചിരുന്നു. തെറ്റുകൾ എല്ലാം തിരുത്തിയുള്ള യഥാർത്ഥ സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് ഇന്ന് രാത്രിയോടെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അഡ്മിഷന് പോകുന്നതിന് മുൻപ് നിരവധി കുട്ടികൾ ചോദിച്ചിരുന്നു, കണ്ടക്ട് സർട്ടിഫിക്കറ്റും ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും എവിടെ നിന്ന് ലഭിക്കും, അതിന് വാലിഡിറ്റി ഉണ്ടോ എന്നും. ഇതുമായി ബന്ധപ്പെട്ട് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് 6 മാസത്തെ കാലാവധിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷം പഠിച്ചിറങ്ങിയ കുട്ടികളാണെങ്കിൽ അവർക്ക് സ്കൂളുകളിൽ നിന്ന് ലഭിച്ചത് തന്നെ അഡ്മിഷന് ഡോക്യുമെന്റ്സ് ആയിട്ട് നൽകാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഉള്ളവരാണെങ്കിൽ അത് പുതുക്കിയിട്ട് വേണം അഡ്മിഷന് പോകുവാൻ. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ ഫോം പ്രിന്റ് എടുത്ത് ഏതെങ്കിലുമൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് സൈൻ മേടിക്കുകയാണ് വേണ്ടത്. ഇതിന്റെയൊക്കെ ഫോർമാറ്റ് ലഭിക്കണമെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒരു വാട്സപ്പ് ബോട്ടിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ കീമ സംബന്ധമായ എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള സംശയങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുവാൻ ശ്രമിക്കുക. പറ്റുന്നത് പോലെ റിപ്ലൈ തരാൻ ശ്രമിക്കാം. നന്ദി.